ഓക്കെ ബഞ്ച്. അതിതാ ഇപ്പം തന്നെ അവർ ക്ലീൻ ആക്കുക കേട്ടോ. എല്ലാം ഓ അതന്നെ ഇപ്പം തന്നെ ടൈറ്റായി. വലിയ സമയമൊന്നുമില്ല, കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ടൈറ്റാവും. ഇതാ ഇങ്ങനെ തന്നെ ലെവലാക്കൽ കേട്ടോ. അടിപൊളി പരിപാടി. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റോഡ് മാർക്കിങ്. ഇതുള്ള പരിപാടി. ഇങ്ങനെയുള്ള വർക്കേഴ്സ് ഉള്ളപ്പോഴൊക്കെ വാഹനങ്ങൾ സ്ലോയിലെടുത്ത് സഹകരിച്ച് കൊടുക്കുക കേട്ടോ. അവർക്കല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ അത് അവർ ചെയ്യാത്തത്. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സുസ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാതയിൽ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ? ഇന്നത്തെ വീഡിയോയിൽ ലൈൻ മാർക്കിങ്ങിൻ്റെ വീഡിയോ കേട്ടോ. മൊത്തത്തിൽ ലൈൻ മാർക്കിങ്ങിൻ്റെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ടെർമോ പ്ലാസ്റ്ററിങ് പെയിൻറ്റ് മിക്സ് ആക്കുന്ന മെഷീൻ അവിടെ ഉണ്ട്. അത് അവിടെ മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നു. മിക്സ് ആക്കാൻ അതിലേക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മിക്സ് ആയിട്ട് അങ്ങനെ ചൂടാക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. ചൂടാക്കാതെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് സെറ്റായി പോകും. അത് ഫുൾ ടൈം ഹീറ്റിങ്ങിൽ അങ്ങനെ നിൽക്കണം. അതവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാനുള്ളത് വെങ്ങളം ഭാഗത്തായിട്ടുള്ളത്. ആദ്യം തന്നെ ഇവർ അളവെടുക്കുകയാണ് അല്ലേ. അത് ചെറിയൊരു മെഷീൻ ഉണ്ടല്ലേ, കുട്ടികൾ ഊറ്റി കൊണ്ടുവരുന്ന സാധനമായി. കുട്ടികൾ ചെറുപ്പത്തിൽ കളിക്കാൻ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ റബ്ബർ ടയർ ഉണ്ടാക്കിയിട്ട് ചെരുപ്പിൻ്റെ ഇത് വട്ടത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ ഊറ്റി കളിക്കാറുണ്ടായിരുന്നു. ഓ കിतना മീറ്റർ ചലക അല്ലേ. യെസ് അഭിനാപ്പൂല് നമ്മുടെ റോഡിൻ്റെ ബെൻഡൊക്കെ അനുസരിച്ചിട്ട് അവരത് ഏകദേശം ഒരു ലെങ്ത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് മെല്ലെ എടുത്ത് ഇങ്ങനെ ഇടുക. ആ ബെൻഡ് എങ്ങനെ റെഡിയാക്കുക കേട്ടോ. അതന്നെ ഇതിൻ്റെ ക്ലിയറിങ് ലെവല് അതന്നെ കേട്ടോ. ബെൻഡില്ലാത്തടത്ത് പ്രശ്നമല്ല. ബെൻഡില്ലാത്തടത്ത് ആ നൂല് അങ്ങോട്ട് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നൂല് റെഡിയാമല്ലോ. ഒന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ നൂല് കറക്റ്റ് പക്കാ നിൽക്കും. പക്ഷേ ബെൻഡുള്ളിടത്ത് അവർ ഈ ക്രാഷ് ബാരിയറിൻ്റെ ഈ ഭാഗം, ഡിവൈഡറിൻ്റെ ഈ ഭാഗമൊക്കെ എന്നുണ്ടെങ്കിൽ ഒന്ന് അളവ് പിടിക്കും. അളവ് പിടിച്ചിട്ട് അതിനനുസരിച്ച് അങ്ങനെ ലെവലാക്കി അങ്ങനെ വെക്കും കേട്ടോ. തല വരെ നീട്ടത്തിൽ ചെയ്യാനുള്ള പരിപാടിയാണ്. ചെയ്ത് ഇവിടെ ഒരാൾ ക്ലീനാക്കാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. യെസ് ഓ ക്ലീനിങ് കാ സാമാൻ അല്ലേ. അപ്പോൾ നമ്മുടെ ബായ് ഇങ്ങനെ അത് ഇട്ടുകൊണ്ടേ പോകുന്നു. ഇതിൽ വെറൈറ്റി പരിപാടി ഉണ്ട് കേട്ടോ. നമ്മളാരും കാണാത്തൊരു പരിപാടി ഇതിലുണ്ട്. അതായത് ഈ ലൈൻ മാർക്ക് ഇങ്ങനെ ഇട്ട് പോകുന്നതാ. ഇതിൻ്റെ മുകളിൽ നിന്ന് 2.5 ഇഞ്ച് വിട്ടിട്ട് 6 ഇഞ്ച് വീതിയിലാട്ടോ ഈ ലൈൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 ഇഞ്ച് വീതിയിലാണ്. പക്ഷെ നമ്മുടെ മെർജിങ് പോയിൻ്റ് ഒക്കെ വരുന്നിടത്ത് 8 ഇഞ്ച് വീതിയിലാട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെർജിങ് പോയിൻ്റ് ഉള്ള ഭാഗങ്ങൾ 8 ഇഞ്ച് വീതിയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇടവിടാതെ പോകുന്ന ലൈൻ ഓവർടേക്ക് ചെയ്യാനേ പാടില്ല. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് 8 ഇഞ്ച് വീതിയിലിടുന്നത്. ഇതിപ്പോൾ 6 ഇഞ്ച് വീതിയിൽ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഒരു പൗഡർ. യെസ് തോടെ ഓപ്പൺ കറുപോയി. ഇതുണ്ടെങ്കിൽ ഒരു ഗിൽറ്റാണ്, ഗ്ലാസ് പൗഡറാണിത്. ആ ഗ്ലാസ് പൗഡർ ഉണ്ടല്ലോ, ഇത് ഗമ്മ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ തെർമോ പെയിൻറ്റ് ഇതിൻ്റെ മുകളിൽ ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ മെല്ലെ വിതറി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിതാ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് അത് വീഴുന്നത്. ആദ്യം ഗമ്മ അതിലെ എങ്ങനെ വരുന്നു, അടുത്ത് പോകുന്നതിൻ്റെ മുകളിൽ ഇതാ അടിയിൽ കറക്റ്റ് ഇത് ഇങ്ങനെ വീഴുന്നു കേട്ടോ. അതെന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിയിൽ ഈ ലൈന് തിളങ്ങും കേട്ടോ. ആ തിളങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലൂസിൽ തന്നെ അതിൻ്റെ മുകളിൽ അങ്ങനെ ഇട്ട് പോകുന്നത് കേട്ടോ. അടിപൊളി. നമ്മൾ ഈ ആദ്യം ഇത് കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി കണ്ടിട്ടില്ലായിരുന്നല്ലോ കേട്ടോ. ഇവിടെയൊക്കെ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓ കൈ ചൂടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 20 സെക്കൻഡിൻ്റെ ഉള്ളിൽ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ചവിട്ടാതെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഈ സൈഡിലൂടെയുള്ള ലൈന് ഏകദേശം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ നമ്മുടെ മെഷീനിൽ, നമ്മുടെ റോഡിലുള്ള മെഷീനിൻ്റെ മുകളിൽ ഗമ്മ് തെർമോ പെയിൻറ്റ് തീർന്ന് അത് ഫില്ലാക്കുക കേട്ടോ.
ഈ മെഷീനിൽ ഫുള്ള് ചൂടിൽ നിൽക്കുന്നത് ഇതിലൂടെ ഇതിലേക്ക് ഇങ്ങനെ വരുന്നു. ചൂട് ആ ഭാഗത്തേക്ക് പോണതിന് കുഴപ്പമില്ല. അത് ചെറുങ്ങനെ അരിക്കുന്നുണ്ട് കേട്ടോ, ഒരു നെറ്റ് വെച്ചിട്ട്. അതിൽ വലിയ കല്ല് കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ബാക്കിലുള്ള സാധനമല്ലേ. അപ്പോൾ അതൊക്കെ അവർ അരിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ബാഞ്ച് അതിതാ ഇപ്പം തന്നെ അവർ ക്ലീൻ ആക്കുക കേട്ടോ. എല്ലാം അതന്നെ ഇപ്പം തന്നെ ടൈറ്റായി. വലിയ സമയമൊന്നുമില്ല, കാറ്റ് കൊണ്ട് കഴിഞ്ഞാൽ ടൈറ്റാവും. ഞാൻ പറഞ്ഞില്ലേ 20 സെക്കൻഡ്, ഈ റോഡിൻ്റെ മുകളിൽ 20 സെക്കൻഡിൽ അപ്പുറത്തേക്ക് പോവില്ല. പിന്നെ ഈ മെഷീനിലൊക്കെ ആ ചൂടുള്ളത് കൊണ്ട് ഒരു കുറച്ച് സമയം വരെ നിൽക്കും. അതിനിതാ ഈ മെഷീൻ ഇവിടെ ചൂടാക്കിക്കൊണ്ട് നിൽക്കാനിതാ നമ്മുടെ ഗ്യാസ് കുറ്റിയൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട്, ഹീറ്റാക്കിക്കൊണ്ടേ ഇരിക്കുന്നു. അല്ല അവിടെയൊക്കെ തീ ഇവിടെ കത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ഞാൻ മൂപ്പരാതെ അങ്ങോട്ട് സെറ്റാവും. യെസ്, അപ്പം അത് ഫുള്ളായി. അല്ല ആ പെയിന്റ് അതിലേക്ക് എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ പൗഡർ, പെയിന്റ് അല്ല പൗഡർ അതിലേക്ക് എടുത്തിടുകയാണ്. भाइयों बैग ऐसा पूरा डालने के बाद बैग ऐसा. ओके ओके ഓക്കെ, ആ ഇതാണ് സാധനം, ബെർജറിൻ്റെ പ്രൊട്ടക്ഷൻ സൈഡ് മാർക്ക് കേട്ടോ. ഓക്കെ, റൈറ്റ് എത്ര? റൈറ്റിൻ്റെ ഉള്ളിൽ കാണിക്കില്ല. ഓക്കെ, ആ വൈറ്റ് ബാഗിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗ്ലാസിൻ്റെ പൗഡർ കേട്ടോ. അപ്പോൾ ഈ ലൈൻ, 2 ലൈനിൽ കൂടി ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വാഹനങ്ങൾ ഫുള്ളായിട്ട് ഇവർ തടസ്സപ്പെടുത്തുള്ളൂ കേട്ടോ. ഓരോ ലൈൻ ഇടുമ്പം ഓരോ ലൈൻ കണക്കായിട്ട് അവർ ആ നമ്മുടെ ഡിവൈഡറിൻ്റെ പ്ലാസ്റ്റിക് ഡിവൈഡർ എടുത്ത് അവർ തടസ്സപ്പെടുത്തും. ഇങ്ങനെയുള്ള വർക്കേഴ്സ് ഉള്ളപ്പോഴൊക്കെ വാഹനങ്ങൾ സ്ലോയിലെടുത്ത് സഹകരിച്ച് കൊടുക്കുക കേട്ടോ. അവർക്കല്ലെങ്കിൽ മൊത്തത്തിൽ ബ്ലോക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതവർ ചെയ്യാത്തത് വാഹനങ്ങൾ ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള ഏരിയകളിൽ എത്തുമ്പോൾ വാഹനങ്ങൾ സ്ലോ ആക്കിയിട്ട് സഹകരിച്ച് കൊടുക്കുക. ഓക്കെ, യെസ്. ജോലിക്കാർ ചിലപ്പോൾ കാല് ബാക്കോട്ട് അങ്ങോട്ടൊക്കെ വെക്കുമ്പോൾ അപകടമല്ലേ. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ ഡ്രൈവർമാർ. നെക്സ്റ്റ് നമ്മുടെ ബ്രോക്കൺ ലൈൻ ഇടാനുള്ള പരിപാടിയാണ്. അത് നമുക്ക് വീഡിയോയിൽ ഉഷാറായിട്ട് പകർത്താം. അതിനുശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. ഇതിപ്പം ഓരോ ട്രാക്ക് ഇവിടെ വീതിയുള്ളത് 3.5 മീറ്റർ കേട്ടോ. 3.5 അതാ ആ ഒരു ബെൻഡ് എന്താണ് ആ എടുത്തിടല്. ഇതാ ഇങ്ങനെ തന്നെ ലെവലാക്കല് കേട്ടോ. അതിങ്ങനെ എടുത്തിടുമ്പം ഇത് കുറച്ചുകൂടി നീക്കിയത്. ആ മതി മതി മതി. യെസ്, ആ ഒരു എടുത്തിടലാട്ടോ അതിൻ്റെ ഒരു ബെൻഡ് ക്ലിയർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഒറ്റ ഇടൽ തന്നെ റെഡി ആയിരിക്കുള്ളൂ. പിന്നെ അത് കൂടാതെ അങ്ങോട്ട് വലിച്ചാൽ തന്നെ റെഡിയാകും.
അപ്പം നമ്മുടെ ബ്രോക്കൺ ലൈനാണ്. അതിനനുസരിച്ചില്ല ഇവിടെ നമ്മുടെ ഒരു പയ്യ അവിടെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ये 3 मीटर गैप, 3 मीटर पेंट, 6 मीटर गैप. ഓക്കെ ഓക്കെ. അവിടെ നിന്ന് ഇതാ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ചണ്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു തരാൻ ചൂലുമായിട്ട് നമ്മുടെ ബൈ അവിടെ ഇങ്ങനെ നടക്കുന്നു. യെസ്, യെസ്. ഇതിപ്പോൾ സംഭവം 3 മീറ്റർ, നമ്മുടെ പെയിൻറ്റ് 3 മീറ്റർ, അതുപോലെ 6 മീറ്റർ ആട്ടോ ഗ്യാപ്പ് ഉള്ളത്. 6 മീറ്റർ ഗ്യാപ്പ്, 3 മീറ്റർ പെയിൻറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ബ്രോക്കൺ മാർക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അവരുടെ ലൈൻ എത്തുമ്പോൾ അവർ കറക്റ്റ് അവിടെ അവസാനിപ്പിക്കുക. പിന്നെ അവിടെ നിന്ന് ഉറ്റുന്നതൊക്കെ ഒരു കൈക്കോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ആ ഗ്ലാസ് പൗഡറൊക്കെ തൊയ്ന്നണ്ടില്ലേ? യെസ്. ചൂടുള്ളതായതുകൊണ്ട് ഇവർ കണ്ടോ, ഞാൻ പറഞ്ഞില്ല, കൈക്കോട്ട് വെച്ചിട്ട് വെറുതെ ഉറ്റുന്നതൊക്കെ ആ കൈക്കോട്ടിൻ്റെ ഉള്ളിൽ വിട്ടു. ഓക്കേ, അടിപൊളി പരിപാടി. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റോഡ് മാർക്കിങ്. ഇതുള്ള പരിപാടി നമ്മളെങ്ങനെയാണ് ഇത് അളവ് റെഡിയാക്കുന്നതെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് പുണ്ണാക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ പെട്ടെന്ന് പരിപാടി ആക്കിട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ലൈൻ ഇടലിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഫുള്ള് മനസ്സിലായില്ലേ? ഇനി എന്താ മനസ്സിലാകത്തുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്തോട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ, എന്തെങ്കിലും ഫാൾട്ടുകൾ എൻ്റെ വക എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റുകൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു, ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.